പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ മുല്ലേ 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 മുടിമേലെ മണം പരത്തണം മലയാളക്കരയിലക്കണം വിളമ്പാനായില നിരത്തണം ഒരു ജീവ മൂട് മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട്
നല്ലൊരു തിരുവാതിര കാണാൻ സാധിച്ചു. സിസ്റ്റർ പറഞ്ഞു കുട്ടികൾ തന്നെ പഠിച്ചതാണ് എന്ന്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നു. കാരണം നിങ്ങൾ തന്നെ പഠിച്ച് അത് ഇത്രയും കുട്ടികൾ തിരുവാതിര ടീമിൽ വളരെ കുറച്ചാണ് നമ്മൾ മത്സരത്തിന് പോകുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ആ റൗണ്ട് തെറ്റിക്കാതെ ഞാൻ ശ്രദ്ധിച്ചു. മൂന്ന് പാർട്ടിലും ഒറ്റ ഒരാൾ പോലും ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാതെ വളരെ ശ്രദ്ധിച്ചും ആസ്വദിച്ചുമാണ് നിങ്ങൾ കളിച്ചത്. ഓരോ ഓണവും നൽകുന്നത് സ്നേഹവും അനുകമ്പയും സാർത്ഥതയില്ലാത്ത ജീവിതങ്ങളുമൊക്കെയാണ്. അപ്പൊ അങ്ങനെ നാനാത്വത്തില് ഏകത്വം എന്ന മൂല്യം വളർത്തിയെടുത്തുകൊണ്ട് ബന്ധങ്ങളെ അർത്ഥപൂർണമാക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വളർച്ചയൊക്കെ. ഇവിടെ സിസ്റ്റേഴ്സിന്റെ സംരക്ഷണയിൽ നിങ്ങളുടെ പഠനം നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മൂല്യബോധമുള്ളവരായി നിങ്ങൾ ജീവിക്കും. നിങ്ങൾ വളർന്നു വരുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും നാം പഠിക്കുന്ന സ്കൂളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും അവനെ സ്വാധീനിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, അവന്റെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് അവന്റെ സ്കൂൾ ജീവിതം തന്നെയാണ്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മൂല്യബോധവും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം നിങ്ങളൊക്കെ സ്കൂളിലാകാം കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. മാതാപിതാക്കൾ നിങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ നിങ്ങളെ ജീവിക്കാനുള്ള കല തരുന്നത് നിങ്ങളുടെ അധ്യാപകരാണ്. ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്ന വാക്കുകളൊന്നും നിശ്ചലമല്ല. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങളെ പോലെ പണ്ട് ഞാനും ഇതേപോലെ ഞാൻ പഠിച്ച സ്കൂളിന്റെ കസേരകളിലും ബെഞ്ചിലുമൊക്കെ ഇരുന്ന് അന്ന് ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കുകയും അന്ന് ടീച്ചർമാരുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് വളർന്നതുകൊണ്ടും എനിക്കറിയാം എൻ്റെ ജീവിതം ഞാൻ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന്. നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ ഉറവ് പറ്റാതെ വരണമെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മളല്ലേ കോളേജിലോ അല്ലെ വലിയ മുന്നോട്ടുള്ള നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പല രീതിയിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സമൂഹത്തിന് നന്മ ചെയ്യുന്ന രീതിയിൽ കടന്നു പോകുന്നത് നമ്മൾ സ്കൂളിൽ ആർജിച്ചെടുത്ത ആ മൂല്യബോധം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് നമുക്ക് നൽകുന്നത് അധ്യാപകരിലൂടെയാണ്. വി ശങ്കരക്കുറുപ്പിന്റെ 2 കർഷകർ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിൽ പിശാന്തേരിയായ ബുദ്ധഭഗവാന് ഒരു ധനികന്റെ മുന്നിൽ ചെന്ന് വീട്ടുമുറ്റത്ത് ചെന്ന് ഭിക്ഷ യാചിക്കുമ്പോൾ ആ കർഷകൻ വളരെ ദാസ്യത്തോടെ മറുപടി പറയുകയാണ്, ഞാൻ ഇരക്കുവാൻ ചെന്ന വയലേകില്ല ധാന്യം, ഞാൻ നീയല്ലോ നിലം വേദാന്തം ശ്രവിക്കുവാൻ. ഞാൻ നിന്നെ പോലെ ഇരക്കുവാൻ ചെന്നാല്, നമ്മളൊരു സഹായത്തിന് ചെന്നാല് വയല് ധാന്യമൊന്നും തരാറില്ല. കാരണം ഞാനല്ലോ നിലം വേദാന്തം ശ്രവിക്കുവാന്ന്. അപ്പോൾ അത് കേട്ട ബുദ്ധന് പുഞ്ചിരിയോടെ പറയുകയാണ്, ഞാനും എൻ്റെ നിലയിലൊരു സാധുവായ കർഷകനാണ്. കാരണം മനുഷ്യ മനസ്സിലെ കാടുകൾ നീക്കി മേടുകൾ നിരത്തി നിലമൊരുക്കി അവിടെ കനിവും സ്നേഹവും ഒക്കെ ഒലിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ശാന്തമായ ജീവിതത്തിലൂടെ സമൂഹത്തിലേക്ക് സ്നേഹത്തിന്റെ വിത്തുപാകുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതുപോലെ ആവണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ വിത്തുപാകുവാൻ നിങ്ങൾക്ക് കഴിയണം. ഓസ്കാർ വൈൽഡിന്റെ പ്രശസ്തമായ മറ്റൊരു കഥയുണ്ട്, നിങ്ങൾക്ക് സെൽഫിഷ് ജൈന്റ് എന്ന് പറയുന്നത്. ഒരു രാക്ഷസന് ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളും ഉണ്ടായിരുന്നു. പക്ഷേ ആ രാക്ഷസന് കുട്ടികളെ മാത്രം പൂന്തോട്ടത്തിലേക്ക് കയറ്റുകയില്ല. അയാൾ ആ പൂന്തോട്ടത്തിന് വലിയൊരു ബോർഡ് വെച്ചു, ഇത് എൻ്റെ മാത്രം പൂന്തോട്ടം, ഇതിലേക്ക് ആരെങ്കിലും കടന്നു അതിക്രമിച്ചു വന്നാൽ അവൻ ശിക്ഷിക്കപ്പെടുമെന്ന്. ഋതുക്കളോ മാറി വന്നു, ശൈത്യം പോയി വന്നു, വസന്തകാലം വന്നു. പക്ഷേ
ആ രാഷ്ട്രത്തിന്റെ പൂന്തോട്ടത്തിൽ പിന്നീട് ഒരു പൂക്കൾ പോലും ഉണ്ടായില്ല. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ അയാൾ കാണാതെ അതിന്റെ കൽപ്പടവുകൾ അതിന്റെ മതിലിൽ ചാടി അവളെ ഒരു മരത്തിന്റെ ചില്ലകളിൽ കയറി കളിക്കാനായി ഒളിച്ചിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ ഒളിച്ചിരുന്ന മരത്തിന്റെ ചില്ലകളിലെല്ലാം പൂക്കൾ കിടന്നു. അപ്പോൾ രാക്ഷസിന് മനസ്സിലായി കുട്ടികളുടെ മനസ്സിലെ നൈർമല്യവും പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര അടുക്കുകളുടെയും ഒക്കെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായപ്പോൾ അയാൾ ഒരു ചുറ്റിക എടുത്തുകൊണ്ടുവന്ന ആ കൽമതിന് തകർക്കുകയാണ് ചെയ്തത്. പ്രകൃതിയും മനുഷ്യരും ഒക്കെ കുട്ടികളുടെ മാനസിക വ്യാപാരങ്ങളിൽ എല്ലാ മനുഷ്യരിലും ഒരു കുട്ടിയുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്ന് കുസൃതി കാണിക്കുമ്പോഴും നമ്മളിവിടെ ഇരുന്ന് പ്രസംഗിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിലെ ഒരു കുട്ടി ഉണരാറുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു വലിയ കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യം തന്നെയാണ്. നമ്മൾ ഈ ബാല്യകാലത്ത് നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മളത് ആസ്വദിക്കില്ല. ഒന്നും കൂടി പഠിക്കാനുണ്ടല്ലോ, ഇതെല്ലാം എപ്പോൾ പഠിച്ചു തീരും, അല്ലെങ്കിൽ എന്നെ ടീച്ചർ വഴക്ക് പറയുമല്ലോ, അങ്ങനെ പലവിധ ചിന്തയിൽ ഹോംവർക്ക് ചെയ്യാനുള്ള തിരക്ക്, വീട്ടിലെ കാര്യങ്ങളിൽ പിന്നെ കാര്യമായിട്ട് നടപടിയല്ലോ അല്ലേ? ജോലിയൊക്കെ ചെയ്യുമോ? ഉണ്ടോ? ഓ, ഭയങ്കര സന്തോഷം. ഇങ്ങനെയുള്ള പിള്ളേരെ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളുടെ ബാല്യത്തിലെ നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് നോക്കുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ അത് പിന്നീടാണ് ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ സുഖം എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ വിദ്യാർത്ഥികളെ പ്രബുദ്ധരാക്കുക എന്നതാണ്. ഇന്നത്തെ സമൂഹത്തിന് ആ സമൂഹം എന്ന യന്ത്രത്തിന് ആവശ്യമായ ഡോക്ടറെയോ എഞ്ചിനീയറെയോ കളക്ടറെയോ ഒന്നും ഉത്പാദിപ്പിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഇതുപോലുള്ള ഓണ ആഘോഷങ്ങളിലൂടെ കലാപരമായ കഴിവുകളിലൂടെ കുട്ടികളുടെ പ്രകാശമാനമായ ഒരു മനസ്സ്, അവരുടെ വ്യക്തിപ്രഭാവത്തിന്റെ വർദ്ധിത ചൈതന്യം പ്രകാശിപ്പിക്കുക എന്നുള്ളതിലൂടെയാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, എല്ലാ കുട്ടികളും വളരെ ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മസ്തിഷ്കത്തില് 4 ഹോർമോൺസ് ഉണ്ട്. അത് നമ്മൾ മരുന്ന് കഴിച്ചൊന്നും ഉണ്ടാകുന്നതല്ല, നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ആ 4 ഹോർമോൺസ് മസ്തിഷ്കത്തിന്റെ കഞ്ചാവെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ സന്തോഷവാന്മാരായിരിക്കുക, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ സഹാനുഭൂതിയുള്ളവരായിരിക്കുക, നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാൻ കഴിയുക, അങ്ങനെ ഒരാൾക്ക് സങ്കടം വന്നാൽ അവനെ ആശ്വസിപ്പിക്കുക, ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടിയാൽ അവനെ അഭിനന്ദിക്കാൻ കഴിയുക, അങ്ങനെ നമുക്ക് കലാപരിപാടികളിൽ ഏർപ്പെടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ ഹോർമോൺ ഓക്സിറ്റോസിൻ, ഡോപാമിൻ, അങ്ങനെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഒക്കെ സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ആ ഹോർമോൺ സ്തംഭനാവസ്ഥയിലിരിക്കുമ്പോഴാണ് നമുക്ക് വിഷാദമുണ്ടാകുന്നത്. അപ്പോൾ അത്തരം വിഷാദാവസ്ഥയിൽ നിന്ന് കടന്നു പോകുന്നത് നമ്മളുടെ സ്വയം നമ്മുടെ മനസ്സിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം. ഒരു കുട്ടിക്ക് മാർക്ക് കൂടുതൽ വാങ്ങി, അല്ലെങ്കിൽ എൻ്റെ 1ാം സ്ഥാനം പോയി, ഞാൻ ഈ പ്രാവശ്യം 2ാമതായി എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുകയില്ല. 2ാമതായെങ്കിൽ അടുത്ത പ്രാവശ്യം 1ാമതാകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ 1ാമതെത്തുന്ന കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കാൻ പഠിക്കുന്നു. ഒരുവൻ പാട്ട് പാടുന്നവനായിരിക്കാം, ഒരുവൻ കഥ പറയുന്നവനായിരിക്കാം, ഒരുവൻ കവിത ചൊല്ലുന്നവനായിരിക്കാം, അങ്ങനെ ഒരുപാട് കഴിവുകളുള്ളവരാണ് ഓരോ കുട്ടിയും. അപ്പോൾ ആ കുട്ടികളുടെ നിങ്ങളുടെ കൂട്ടുകാരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ നിങ്ങൾ ഒപ്പം നിൽക്കുന്നവരായിരിക്കണം. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലമലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ
സൂക്ഷിച്ചോണം. മുറുക്കി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉച്ചതിരിഞ്ഞ് വടംവലി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇക്കുറി എന്റെ വക ഒന്നാന്തരം ഒരു പ്രൈസ് ഉണ്ട്. അല്ല അല്ല ഇത്രയൊക്കെ വിഭവങ്ങൾ ഒരുക്കിയിട്ടും ഇവിടെ എന്തോ ഒരു കുറവുണ്ടല്ലോ. എവിടെ നമ്മുടെ പ്രിൻസിപ്പൽ? ഓ, ഞാനത് മറന്നു. കിഴിലും പായസവും ഉപ്പേരിയും ഒക്കെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആവോളം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അധ്യാപനത്തിലേക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ സിസ്റ്റർ കേരളം വിട്ടെന്ന് നാം അറിഞ്ഞു. പിന്നെ നിങ്ങളുടെ വലിയ അവധിയിലൊക്കെ ഏതാണ്ട് മാറ്റമൊക്കെ വരാൻ പോകുമെന്ന് നാം കേട്ടുവല്ലോ. എന്തായാലും ഇനിയും നാം വരുമ്പോൾ നിങ്ങൾ അവിടെ കാണും. പായസം കുടിക്കാൻ ധൃതിയായില്ലേ? ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പൊന്നോണം ഞാൻ ആശംസിക്കുകയാണ്. കൂടാതെ എന്റെ എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനത്തിന്റെ ആശംസകൾ മുൻകൂറായി ഞാൻ നേരുന്നു. എന്നാൽ നാം അങ്ങോട്ട് സ്വാഗതം ആശംസിച്ച വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ലി സെലിയസ്, പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ വിസ്മരിയ, മാവേലി തമ്പുരാൻ, പ്രിയപ്പെട്ട കുട്ടികളെ, ഏറ്റവും ആദരണീയരായ അധ്യാപകരെ, ഇന്ന് ഈ തിരുവോണം ആഘോഷിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കാര്യമുണ്ട്. എല്ലാ കുട്ടികളും ഇന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തായിരുന്നു, ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു, ബെല്ലടിക്കുന്നു, മിസ്മാര് വരുന്നു, പിന്നെ യൂണിഫോം ഇട്ടോണ്ട് വരുന്നു, ഇതെല്ലാം മാറിക്കുന്നു. ഫ്രീ അല്ലേ? അല്ലേ? അതെ, ഇന്ന് ഫ്രീയാണ്. നല്ല എന്ത് രസം, അവിടേക്ക് നല്ല സംസാരം, ഇവിടെ നല്ല സംസാരം, മിടുക്കന്മാരായ ചേട്ടന്മാർ വീട്ടിൽ ഇരുന്നല്ല മുണ്ടൊക്കെ കൊടുത്തെടുത്ത് സംസാരം. ഞാൻ എല്ലാവരും നോക്കുകയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. നമുക്കത് കൈയടിക്കാം, സ്വയം കൈയടിക്കുക. നല്ല അടിച്ചു, കൈമാർക്ക് അടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക്, ഞാനൊരു 900 കുട്ടികളുള്ള സ്കൂളിന്റെ ഹെഡ് മിസ്സസ് ആയിരുന്നു. അവിടെ എന്താണ് പ്രശ്നം? ഇങ്ങനെ ഒരു ഓണപരിപാടി തുടങ്ങുന്നത് എങ്ങനെയാ ചോദിച്ചാല്, നമുക്കറിയാവുന്ന ഓണപ്പാട്ട് പാടിയാ തുടങ്ങുന്നത്. ഞാനൊരു പാട്ട് തുടങ്ങും, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പാടി തുടങ്ങാം. പൂവിളി പൂവിളി നീ വരൂ, അങ്ങനെ ഒരു പാട്ടില്ലേ? അങ്ങനെ പാട്ടില്ലേ? ഒന്നൊന്ന് പാടിക്കേ. പൂവിളി പൂവിളി. ഓക്കെ, ഒരു പാട്ടായി. ഇനി രണ്ടാമത്തെ ഒരു പാട്ട് കൂടി ഉണ്ടല്ലോ ഓണത്തെ കുറിച്ച്. മാവേലി നാടുവാണിലും മതി. ഇപ്പൊ 2 പാട്ടായി. ഇനി 3-ാമതൊരെണ്ണം കൂടി ഉണ്ടോ? ഏതാ? ഓണവില്ലി, അങ്ങനെ ഒരു വീട്ടുണ്ട് അല്ലേ? ഒരു സിനിമയിലൊക്കെ ഓണവില്ലി തമ്പുരു വീട്ടും. ആ വീടാണ് സ്കൂളാണ് ഈ സ്കൂളില്ലേ? നമുക്ക് മാറ്റി പറഞ്ഞാലോ? ഓണവില്ലിൻ തമ്പുരു വീട്ടും സ്കൂളാണ് ഈ സ്കൂള്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓണാഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് ശ്രീമതി സജിത അനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഒരു അമ്മയുടെ സ്നേഹത്തോടെ, ഒരു ചേച്ചിയുടെ സ്നേഹത്തോടെ, ഒരു സഹോദരിയുടെ വാത്സല്യത്തോടെ ഒക്കെ നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനം കണ്ടു. 30 കൂട്ടം കറികളും ഭക്ഷണവും കിറ്റായിട്ട് കിട്ടുകയാണ്. ഓണക്കിറ്റ് അല്ലേ? പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ അല്ലേ 30 കൂട്ടം കറികളും ഓണസദ്യയും കൂടെ ഒരു കിറ്റായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അവിടെ കുറെ ആൾക്കാർ നിൽക്കുകയും, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടില് എല്ലാം അരിഞ്ഞ് പെരുക്കി എല്ലാം കൂടെ ഭയങ്കര സന്തോഷമായിട്ട് അമ്മച്ചിമാരെല്ലാം കറിയൊക്കെ ഉണ്ടാക്കും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, നമ്മളൊക്കെ ഊഞ്ഞാലാടും. പണ്ടത്തെ കാലമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങ് മാറി എല്ലാം
ഓണത്തിന്റെ എല്ലാ പൊലിമയും പുറത്തേക്ക് പോയിട്ട് അങ്ങാടിയുടെ എല്ലാ പെരുമയും അകത്തേക്ക് വരികയാണ്. ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന പൂക്കൾ തന്നെ നിങ്ങൾ നോക്കി, നമ്മുടെ വീട്ടിലൊരൊറ്റ പൂവില്ല, ഉണ്ടോ? ഇവിടെ ഒരു കാര്യത്തിൽ പറയാൻ കേരളത്തിന്റെ പൂവൊന്നും ഇല്ലാതില്ല. എവിടുന്നാ പൂ വരുന്നേ? ഉറക്കെ പറഞ്ഞോ. കേരളക്കാരെന്തെന്ന് പറയുകയാണ് വരുന്ന എവിടുന്ന? തമിഴ്നാട്ടിൽ ഇറക്കി വരുന്ന പൂക്കളാ. നമുക്ക് പോവില്ല, നമ്മുടെ വീട്ടിലും പോവില്ല, നമ്മുടെ നാട്ടിലും പോവില്ല, നമ്മൾ പണിയുന്നുമില്ല. അത് നമുക്ക് നമ്മുടേതായ പൂക്കൾ ഉണ്ടാക്കി ഒരു സ്വന്തമായിട്ടുള്ള ഒരു കർഷക ഒരു ചിന്ത, ഒരു അധ്വാനത്തിന്റെ ഒരു സന്ദേശം കൂടി ഓണത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഒരുമയുടെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ആയിട്ടുള്ള ഈ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്നുള്ളൊരു സംഭവമാണ്. നമുക്കറിയാം മദർ തെരേസ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറിച്ച് കൽക്കട്ടയിൽ കൂടെ നടന്നു അല്ലേ, തെറ്റിൽ കൂടി ഇങ്ങനെ സാരിയെ കൊടുത്തെടുത്തോട്ട് ഇങ്ങനെ നടന്നു പോവുക. അപ്പൊ ഇങ്ങനെ മദർ തെരേസ ഇങ്ങനെ വഴി കിടക്കുന്ന പിള്ളേരെയൊക്കെ പെടുമ്പോൾ രോഗികളായിട്ടുള്ളവരെ ചേർത്ത് നിന്നു. അങ്ങനെ പോയ ഇങ്ങനെ ഒരു കൽക്കുമാരത്തിന്റെ സൈഡിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു പയ്യൻ ഇരുന്നോണ്ട് തെണ്ടുകയാണ്, ഇരുന്നോണ്ട് പിച്ച യാചിക്കുക, അമ്മ അമ്മ എല്ലാം തരണേന്ന് പറഞ്ഞു. അപ്പൊ ഈ മദർ തെരേസ അവന്റെ അടുത്ത് എന്നിട്ട് അവരോട് പറയാം, എടാ മോനെ, എനിക്കും നിനക്കും തമ്മിലൊരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താന്ന് പറയാവോ? നീ ഇരുന്നോണ്ട് പിച്ച രണ്ടുന്നു, ഞാൻ നടന്നുകൊണ്ട് രണ്ടുന്നു. എടുക്കണം, നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അന്നേരത്തേക്ക് ഞാൻ അമ്മ എന്ത് ചെയ്തു, ഇവനെ ഒന്നിട്ട് ചേർത്ത് പിടിച്ചെടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പൊ ഉണ്ടല്ലോ പ്രിയപ്പെട്ട മക്കളെ, ഈ മകൻ ഈ പയ്യൻ കരയുകയാണ്, ഉറക്കെ കരയുക. അതൊരു അമ്മ ചോദിച്ചു, എന്താ കരയുന്നേ, എന്താ മോനെ നീ കരയുന്നേ? എന്നിട്ട് അമ്മ പറഞ്ഞു, അവൻ പറയാണ്, കഴിഞ്ഞ 18 വർഷമായെന്നേ ഒരു മനുഷ്യൻ എന്നെ തൊട്ടിട്ട്, കഴിഞ്ഞ 18 വർഷമായി. ഉടനെ അമ്മ പറയാണ്, നീ ഈ രൂപത്തിൽ ഇവിടെ ഇരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈശ്വരൻ ഓരോ രൂപത്തിലും നമ്മുടെ ചുറ്റുമൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ രൂപത്തെ ഇരിപ്പുണ്ട്, നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിപ്പുണ്ട്. വഴക്കുണ്ടാക്കുന്നവനായിട്ട്, സ്നേഹിക്കുന്നവനായിട്ട്, കരയുന്നവനായിട്ട്, ഒന്നുമില്ലാത്തവനായിട്ടൊക്കെ ഇരിക്കുകയാണ്. എല്ലാവരും പരസ്പരം നോക്കുക, ഈശ്വരനാ ഇരിക്കുന്നേ ഓരോ രൂപത്തിൽ ഇരിക്കുകയാണ്. നമ്മുടെ വീട്ടിലും ഇരിപ്പുണ്ട്. അങ്ങനെ ഉള്ളിൽ വസിക്കുന്ന ഈശ്വരനെ, സമീപത്തിരിക്കുന്ന ഈശ്വരനെ, കൂടെ നടക്കുന്ന ഈശ്വരനെ, കൊണ്ടു നടക്കുന്ന ഈശ്വരനെ ഒക്കെ വഹിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ഓണം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ വിദ്യാലയത്തെ കുറിച്ച് നമ്മുടെ മാഡം വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അഭിമാനത്തിന്റെ ചിന്തയാണ് അതുകൊണ്ട്. കാരണം ഈ വിദ്യാലയം അക്ഷരം എന്ന് പറയുന്നത് നശിക്കാതെ നിൽക്കുന്നതാണ്. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്ഷരമില്ലാത്തത്, നശിക്കാത്തത്. അക്ഷരങ്ങളിലൂടെ അഗ്നിവിശുദ്ധി നേടി ആയിരങ്ങൾ പടിയിറങ്ങിപ്പോയ വിദ്യാലയമാണിത്. ഒരു കാലത്ത് ഈ കാഞ്ഞിരപ്പള്ളി പ്രദേശത്തെ വിദ്യാലയങ്ങളില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിദ്യാലയം തുടങ്ങി അനേകായിരം കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയി ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നല്ല നിലയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വിദ്യാലയത്തിലാണ് നാം ഇന്ന് ഇരിക്കുന്നത്. ഈശ്വരൻ വസിക്കുന്ന ആലയമായ വിദ്യാലയം. ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ വസിക്കുന്ന ആലയമായ വിദ്യാലയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഓരോരുത്തരുടെയൊക്കെ കണ്ണുകളിലോട്ടൊക്കെ നോക്കുമായിരുന്നു. നിങ്ങളൊക്കെ ആരായി തീരും, ഭാവിയിൽ ആരായി തീരും? വലിയ വലിയ ആൾക്കാരായി തീരാനുള്ളവരാ. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിച്ച് നല്ല നിലയിലെത്തി. കഴിഞ്ഞ ദിവസം ദന്താശുപത്രിയിൽ ചെന്നപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു സ്ത്രീ ചോദിക്കുക, ഒരു മിടുക്കിയായ പെൺകുട്ടി, സിസ്റ്ററെ ഞാൻ സെന്റ് ജോസഫിൽ പഠിച്ചതാ കേട്ടോ, ഇപ്പൊ എവിടെയാ? അയർലൻഡില് വലിയൊരു മാനേജറായിട്ട് ഇരിക്കുകയാണ്. ഞാൻ സെന്റ് ജോസഫിൽ പഠിച്ചതാണ്, 2ാം ബാച്ചായിരുന്നു, 3ാം ബാച്ചായിരുന്നു. കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളൊക്കെ എവിടെ എത്തിയിരിക്കും? കുറെ കാലം കഴിയുമ്പോൾ എവിടെ എത്തിയിരിക്കും? നല്ല നിലയിൽ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ എത്തിച്ചേർന്ന് എവിടെയായിരുന്നാലും ഈശ്വര ചൈതന്യം കാത്തു സൂക്ഷിച്ച്, അവരുടെ മനസ്സിലും ഹൃദയത്തിലുള്ള ഈശ്വര ചൈതന്യം കാത്തു സൂക്ഷിച്ച് നല്ലവരായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ പിറകില് ഒരു ചെലങ്കയുടെ കിലക്കം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്റെ മുമ്പില് ഒരു ഡ്രസ്സിൽ ഇങ്ങനെ കുറെ നേരമായി മുഖം മൂടിയിരിക്കുന്ന കുഞ്ഞു പുലികളുണ്ട്. നർത്തകിമാർ ഒരുങ്ങി നിൽക്കുന്നു, പുലിക്കുട്ടന്മാര് കളിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. എല്ലാവിധ ആശംസകളും നല്ലൊരു ഓണവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാഘോഷം കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ മഹാബലി തമ്പുരാനെ ഏറ്റവും ആദരവോടുകൂടി നമ്മൾ വരവേറ്റു. അടുത്ത മാസം 5-ാം തീയതി, അതായത് സെപ്റ്റംബർ 5-ാം തീയതി
നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം നാം അധ്യാപക ദിനമായി ആചരിക്കുകയാണ്. ഈ ദിവസം ഇക്കൊല്ലം നമ്മുടെ ഓണാവധി ദിവസം ആയതിനാലും ഉചിതമായ മറ്റൊരു ദിവസം നമുക്ക് ഇല്ലാത്തതിനാലും നമ്മുടെ അധ്യാപകരെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ, ഈ ദിനത്തിന്റെ പ്രാധാന്യവും സന്ദേശവും ഒന്ന് ഉൾക്കൊള്ളുവാൻ ഈ അവസരം ഏറ്റവും ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. മഹാബലി തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു മഹാബലിയുടെ ത്യാഗത്തിന്റെ കഥയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകരും അവരുടെ ജീവിതം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുവാൻ, തെളിച്ചമേകുവാൻ ഓരോ ദിവസവും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. തങ്ങളുടേതായ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യയാകുന്ന വിഭവം അത് എല്ലാവിധ രുചിഭേദങ്ങളോടും കൂടി നിങ്ങൾക്ക് മുൻപിൽ വിളമ്പുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമായി തീരണം, ആസ്വാദികരമായി തീരണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അവിടെ വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുമുള്ള വാക്കാലോ പ്രവൃത്തികളാലോ ഉള്ള ചവിട്ടി താഴ്ത്തലുകൾ ഉണ്ടാകുവാൻ പാടില്ല. അത് ഏറ്റവും വലിയ ഗുരുനിന്ദയാണ്. തങ്ങളുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളും ബഹുവിധ വർണ്ണ തനിമയുള്ള മനോഹര പുഷ്പങ്ങളാണെന്ന് ഓരോ ഗുരുവിനും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധയോടെ അർഹമായ ബഹുമാനത്തോടെ ഒരു അത്തപ്പൂക്കളം ഒരുക്കുന്ന ഏകാഗ്രതയോടെയാണ് ഓരോ അധ്യാപകനും കുട്ടികളോട് ഇടപെടുന്നത്, അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നത്. അതുകൊണ്ട് അധ്യാപക ദിനവും അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ള സന്ദേശം, എല്ലാ അധ്യാപകരുടെയും പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾക്ക് തരുവാനുള്ള സന്ദേശം, പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ അധ്യാപകരെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്തപ്പൂക്കളം പോലെ മനോഹരമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ അധ്യാപകർക്കുള്ള ആദരവ് എന്ന രീതിയിൽ നല്ലൊരു കയ്യടി നൽകി അവർക്ക് ഏറ്റവും ഉചിതമായ ഒരു ആദരവ് കൂടി നൽകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. രസമാണല്ലോ മുടിമേലെ മണം പരത്തണം, മലയാളക്കരയിലക്കണം, വിളമ്പാനായില നിരത്തണം, ഒരുങ്ങിവാ മിനിങ്ങിവാ. ഏത് മൂഡ് ഫ്രണ്ട്സ് മൂഡ്, ഏത് മൂഡ് ഫാമിലി മൂഡ്, ഏത് മൂഡ് സെൽഫി മൂഡ്, ഏത് മൂഡ് പാർട്ടി മൂഡ്, ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഓണം മൂഡ്, ഏത് മൂഡ് അത്തം മൂഡ്, ഏത് മൂഡ് പൂക്കളം മൂഡ്, ഏത് മൂഡ് മുണ്ട് മൂഡ്, ഏത് മൂഡ് സാരി മൂഡ്, ഏത് മൂഡ് സദ്യ മൂഡ്, ഏത് മൂഡ് പായസം മൂഡ്, ഏത് മൂഡ് പപ്പട മൂഡ്, ഏത് മൂഡ് ഒള്ളി മൂഡ്.
മലയാളിയുടെ ലഹരി തന്നെ. ഒരുമിച്ച് അത്തച്ചമയും ഒരുക്കി, ഒരുമിച്ച് പൂക്കളമിട്ട്, ഒരുമിച്ച് തുമ്പിതുള്ളിയും ഓണപ്പാട്ടുകൾ പാടിയും ഓണക്കളികൾ നടത്തിയും, എന്തിന് ഒരുമിച്ച് ഓണസദ്യ ഉണ്ടും കഴിഞ്ഞിരുന്ന ആ നല്ല ഓണത്തിന്റെ ഓർമ്മകൾ ഇന്ന് നമ്മെ ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളിലേക്ക് മാത്രമായി കൊണ്ടെത്തിക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ആധുനിക തലമുറയുടെ അഴിമ സന്താനങ്ങളായ നാം ഓരോരുത്തരും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഘോഷങ്ങളിൽ പോലും വെറും ഫോട്ടോഷൂട്ടിനും അതിന്റെ വൈറൽ പ്രചരണത്തിനും മാത്രമായി ഇതിനെ മാറ്റി നിർത്തുന്നില്ലേ? മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണപ്പാട്ടിന്റെ ഇരടികൾ ഓരോ മലയാളിയുടെ ചുണ്ടിലും അനുവാദം ചോദിക്കാതെ കടന്നു വരുമ്പോഴും ഈ ഇരടികൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ഗീതമായി തീരുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓണമിതം ചവിട്ടേൽക്കുന്നവന്റെ സുവിശേഷമായി മാറുന്നു. കൊടുത്തവനെ വാങ്ങിച്ചവൻ ചവിട്ടിയതിന്റെ കഥയാണ് ഓണം. കൊടുക്കുന്നവന് ചവിട്ടേൽക്കുമ്പോൾ ചവിട്ടുന്നവൻ വാമനനും ചവിട്ടേറ്റവൻ മഹാബലിയുമാകുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന ആക്രമണവും അർഹതപ്പെട്ടവന്റെ മേലുള്ള നീതി നിഷേധവും പാവപ്പെട്ടവന്റെ നിലവിളിയും പാമ്പർക്ക് നേരെയുള്ള ആഘോഷവും ഒക്കെ മഹാബലി വാമന കഥയുടെ കള ചിത്രമല്ലേ? പ്രിയ കൂട്ടുകാരെ, വഞ്ചനയുടെയും കാപ്പറ്റത്തിന്റെയും പൊഴിമുഖം നമുക്ക് വലിച്ചെറിയാം. നന്മയുള്ള പഴയ ഓണത്തിന്റെ പുതുമ നമുക്ക് നുണയാം. സമ്പൽ സമൃദ്ധമായ ഒരു പൊന്നോണം ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
പാട്ടല്ലേ കുറച്ച് കളർഫുൾ ആവുമല്ലോ ബാക്കിൽ ഇങ്ങനെ ഡാൻസ്. അയ്യോ നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പൊ ആ 10-35 പേരെ നിനക്കത് ചോദിക്കാനും പറഞ്ഞു വീട്ടിലാരും ഇങ്ങനെ പിണങ്ങിപ്പോവല്ലേ. ഞാനൊരു തമാശ പറഞ്ഞു. നിങ്ങളെ കൊണ്ട് ഞാൻ ഡാൻസ് കളിപ്പിക്കും. Sir, your good name, please. Jackie. Yes, Jackie. It's a
പമ്പയിലെ പൊന്നോണങ്ങൾ മാറി മാറി തെന്നൽ വന്നു വെഞ്ചാമരം വീശുത്തരുന്നു ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ജഗദൈ ദേവ് ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ജഗദൈ ദേവ് ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ജഗദൈ ദേവ് തെങ്ങോലകൾ പൊന്നോലകൾ
എന്റെ സ്നേഹിതനാണ് പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മങ്കിടങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കൽ ചെങ്കിൽ ചെങ്കും ചേത്തും കൊണ്ടേ വീറും നെറ്റിയിട മതയാന സൊമ്പെല്ലുങ്ങളിടും പലചാരം സാട്ടും പിള്ളാരികൾ ഇവരുമയെതിരിടാൻ കുതി കുതിക്കും തടയിട്ട് കൊടികയറണ പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി നഗരമു